A+2 സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു. അത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയ നിയമ ഭേദഗതി വളരെയധികം സഹായകരമാകും എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ദേശീയപാതയുടെ വികസനത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തിനകം ആ ഭൂമി എന്തിനു വേണ്ടിയാണോ ഏറ്റെടുത്തിട്ടുള്ളത് ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കണം എന്നും, അല്ലാത്ത പക്ഷം ആരിൽ നിന്നാണോ ഈ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത് അവർക്കിത് മടക്കി നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ പുതിയതായി ഒരു നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിൻ്റെ വേഗം ഇഴഞ്ഞിഴഞ്ഞു പോകുന്നതിൻ്റെ പിന്നിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ തന്നെയാണ് പുതിയ നിയമ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ അത് ഡീനോട്ടിഫൈ ചെയ്യുകയും ഉടമകൾക്ക് ഭൂമി തിരികെ നൽകുകയും ചെയ്യുക എന്നുള്ളത് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഈ വികസന പദ്ധതി നടപ്പാക്കാത്ത പക്ഷമായിരിക്കും. നഷ്ടപരിഹാരം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുള്ള ഭൂമിയുടെ കേസുകളിൽ ഉടമകൾക്ക് എതിർപ്പ് ഉണ്ടെങ്കിൽ അതും 3 മാസത്തിനകം അറിയിക്കണം എന്നുള്ളൊരു വ്യവസ്ഥ കൂടി വരുന്നുണ്ട്. നിയമ ഭേദഗതി ശുപാർശ ഉപരിതല ഗതാഗത മന്ത്രാലയം കേന്ദ്ര ക്യാബിനറ്റിന് സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക നടപടികൾ കൂടി കഴിഞ്ഞാൽ ഇത് ക്യാബിനറ്റ് അംഗീകരിക്കുകയും തുടർന്ന് പാർലമെൻറ്റിലേക്ക് വരികയും ചെയ്യും. ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ ആ ഭൂമിയിൽ നിർമ്മാണമടക്കം അതിൻ്റെ പേരിലുള്ള വിലക്കുകളും ഉയർന്ന തരത്തിലുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വിജ്ഞാപനത്തിന് ശേഷവും പലയിടങ്ങളിലും കെട്ടിടം നിർമ്മാണങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തുടങ്ങുന്ന ഒരു രീതി സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയുമാണ് പുതിയ ഒരു തരത്തിലുള്ള നിയമ ഭേദഗതി സർക്കാർ ആലോചിക്കുന്നത്. ഇതിനു വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഭൂമിയുടെ മാർക്കറ്റ് മൂല്യം കണക്കാക്കി ആർബിട്രേഷൻ വഴിയാകും നഷ്ടപരിഹാര തുക ഇനി മുതൽ നിശ്ചയിക്കുക. കോടതി കേസുകൾ നീണ്ടുപോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പുതിയ തീരുമാനം. ഇങ്ങനെ തുക നിശ്ചയിച്ചു കഴിഞ്ഞാൽ എതിർപ്പുണ്ടെങ്കിൽ അത് 3 മാസത്തിനകം തന്നെ ഈ ഭൂമിയുടെ ഉടമ അറിയിക്കേണ്ടതുമുണ്ട്. അതിനുശേഷം എതിർപ്പ് അറിയിക്കാൻ ഉടമയ്ക്ക് ദേശീയ അതോറിറ്റിക്കും സാധിക്കുകയില്ല എന്നുള്ള ഒരു കണ്ടീഷൻസ് കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. പലപ്പോഴും പലയിടത്തും 34 കൊല്ലത്തിലേറെയായി ഭൂമി ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തിട്ട് നാളിതുവരെ അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ള പല സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനം. ഉദാഹരണത്തിന് മധുര കൊച്ചി ദേശീയപാതയുടെ ഭാഗമായി തൃപ്പൂണിത്തുറ ബൈപ്പാസിനായി ഏകദേശം 8 കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസാണിത്. ഇതിനു വേണ്ടി 16.6 ഹെക്ടർ ഭൂമി നോട്ടിഫൈ ചെയ്തതിൽ 4.43 ഹെക്ടർ ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുകയാണ് ചെയ്തത്. പക്ഷേ അവശേഷിക്കുന്ന 12.17 ഹെക്ടർ ഭൂമി സർവേ കല്ലിട്ട് മരവിപ്പിച്ച് ഇട്ടിരിക്കുകയാണ്. ഇത് കാരണം ഈ ഭൂമിയുടെ ഉടമകളായ ഏകദേശം 217 കുടുംബങ്ങൾ 34 വർഷമായി ദുരിതമനുഭവിക്കുന്നു എന്നുള്ള സംഭവവും റിപ്പോർട്ട് ചെയ്തതും കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. വീട് വെക്കാൻ കഴിയില്ല, വായ്പ എടുക്കാൻ കഴിയില്ല, ഭൂമി കൈമാറ്റം ചെയ്യാൻ കഴിയില്ല, ഈ വീടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യാൻ കഴിയുന്നില്ല. ഇതെല്ലാം തന്നെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ നയിച്ച കാരണങ്ങളാണ്.
ഇതുകൊണ്ട് തന്നെയാണ് പുതിയ ഭൂമി ഏറ്റെടുത്ത് ദേശീയപാത വികസനത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പുരോഗമിക്കണം എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിയമ ഭേദഗതി അനിവാര്യമാണെന്ന് കേന്ദ്ര സർക്കാർ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നിയമ ഭേദഗതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. വൈകാതെ ഈ നിയമ ഭേദഗതി നിലവിൽ വരിക തന്നെ ചെയ്യും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാളിതുവരെയുള്ള പല ലിറ്റിഗേഷൻസുകളും അതോടെ ഒഴിഞ്ഞു മാറുകയും പുതിയതായി ദേശീയ പാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ കാര്യങ്ങൾ നടപ്പിലാവുകയും ചെയ്യും എന്ന് കരുതേണ്ടിയിരിക്കുന്നു.